പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 ഹിസ്റ്ററി ഹ്യൂമാനിറ്റീസിൽ വരുന്ന ഹിസ്റ്ററിയുടെ 19ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 19ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിൽ വന്ന സിലബസ് അനുസരിച്ച് മൊത്തം പാഠഭാഗത്തിന്റെ 60% പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി, ബാക്കി 40% എക്സാമിന് പഠിക്കണ്ട എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 19ാമത്തെ ചാപ്റ്ററിന്റെ, അതായത് 1857 കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 19ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അതിൽ വരുന്ന 2 മാർക്കും 3 മാർക്കും 4 മാർക്കും കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് പറയുന്നത്. നമ്മുടെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഭാഗം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ ഇന്ത്യൻ പെസൻട്രി മെറ്റ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് ടാക്സസ് ബൈ ബ്രിട്ടീഷേഴ്സ്? ബ്രിട്ടീഷുകാരുടെ വർദ്ധിച്ചു വരുന്ന നികുതി ആവശ്യം ഇന്ത്യൻ കർഷകർ എങ്ങനെ നിറവേറ്റി എന്നതാണ്. ബ്രിട്ടീഷുകാരുടെ വർദ്ധിച്ചു വരുന്ന നികുതി ഉണ്ടായിരിക്കും, അത് ഇന്ത്യൻ കർഷകർ എങ്ങനെ നിറവേറ്റി? ബൈ സെല്ലിംഗ് ദെയർ ലാൻഡ്, അതായത് അവരുടെ ലാൻഡ്, കൈവശം ഉണ്ടായിരുന്ന ലാൻഡ് എന്ത് ചെയ്തു, വിൽക്കുക എന്നുള്ള രീതിയിലാണ് നികുതി എന്ത് ചെയ്ത് നിറവേറ്റിയത്. ആ രീതിയിലേക്ക് പോലും എത്തിയെന്നുള്ളതാണ്. രണ്ടാമത്തത്: അണ്ടർ ദി കൊളോണിയൽ റൂൾ നെക്സസ് ഓഫ് വിച്ച് ഏജൻസീസ് വാസ് ഫോംഡ് ടു എക്സ്പ്ലോയിറ്റ് ദി പെസന്റ്? കൊളോണിയൽ ഭരണത്തിന്റെ കീഴിൽ കർഷകരെ ചൂഷണം ചെയ്യാൻ ഏത് ഏജൻസികളാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. കർഷകരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഏജൻസികളാണ് ഒഫീഷ്യൽസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, ലാൻഡ് ലോർഡ്, മണി ലെൻഡേഴ്സ്. ഈ 3 ഏജൻസീസ് ആണ് ഒഫീഷ്യൽസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, ലാൻഡ് ലോർഡ്, മണി ലെൻഡേഴ്സ്. മൂന്നാമത്തെ ചോദ്യം: ദ സന്താൾ റെബലിയൻ ടുക്ക് പ്ലേസ് ഇൻ വിച്ച്? സന്താൾ കലാപം ഏത് ഭാഗത്താണ് എന്നതാണ്. ആദിവാസി കലാപങ്ങളിൽപ്പെട്ട കലാപമാണ്. ബംഗാളിലെ ബോർഡറിലും ബീഹാറിന്റെ ബോർഡർ, ഒറീസയുടെ ബോർഡർ, ഈ ഭാഗങ്ങളിലാണ് നടന്നത്. നാലാമത്തത് ചോദ്യമാണ്: വിച്ച് നോവൽ ഇമ്മൊറൈറ്റ് സന്യാസി റെബല്യൻ എന്നാണ്. വിച്ച് ഏത് നോവലാണ് സന്യാസി റെബല്യനെ കുറിച്ചിട്ട് അവിടെ വിവരിക്കുന്നത്? ആനന്ദ് മാത്ത് റിട്ടൺ ബൈ ആനന്ദ് മാത്ത് എഴുതപ്പെട്ട ബാങ്കിൻ ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന നോവലാണ് എന്ത് ചെയ്യുന്നത്, സന്യാസി റെബലിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം: വാട്ട് വെർ ദി ഗ്രീവൻസസ്? ഇന്ത്യൻ സിപ്പാഹികൾക്ക് ഇതിലുണ്ടായിരുന്ന കംപ്ലൈന്റുകൾ എന്തൊക്കെ? ഗ്രീവൻസസ്, പരാതികൾ എന്തൊക്കെയെന്നാണ്. കുറഞ്ഞ വേതനം കൊടുക്കുക, സാമൂഹ്യപരമായിട്ടുള്ള വിവേചനം, പ്രൊമോഷനിലൊക്കെ വിവേചനം കാണിക്കുക, പെൻഷന്റെ കാര്യത്തിൽ, അവരുടെ സേവനത്തിന്റെ കാര്യത്തിലൊക്കെ വിവേചനം കാണിക്കുന്ന രീതിയാണ് സിപ്പാഹിമാർക്കെതിരെ ഉണ്ടായിരുന്ന പരാതികൾ. ആറാമത്തെ ചോദ്യം: നെയിം എനി 5 ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ഓഫ് റെബല്യൻ. 1857 കലാപത്തിലെ പ്രധാനപ്പെട്ട ലീഡർമാർ ആരൊക്കെയാണെന്നുള്ളതാണ്. റാണി ലക്ഷ്മി ബായി, താന്തിയ തോപ്പി, ബീഗം ഹസ്രത്ത് മഹൽ, നാനാ സാഹിബ്, കുൻവർ സിംഗ് ഓഫ് അര, ഇവരൊക്കെയാണ് ഇതിൽ വരുന്നത്. ഏഴാമത്തെ ചോദ്യമാണ്: വെൻ ആൻഡ് ഹൗ വാസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ? എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാണ് എന്ത് ചെയ്തത്, അബോളിഷ് ചെയ്തത്? 1858 അത് അബോളിഷ് ചെയ്തത്. ത്രൂ എ ഡിക്ലറേഷൻ ഓഫ് റോയൽ റോയൽ ഒരു പ്രഖ്യാപനമാണ്. റോയൽ പ്രഖ്യാപനത്തോടു കൂടി, ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ റോയൽ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ്. എട്ടാമത്തെ ചോദ്യമാണ്: ദി മേജർ കോസസ് ഓഫ് ദി ഫെയിലിയർ ഓഫ് റിവോൾട്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1857 കലാപത്തിന്റെ ഏതെങ്കിലും ഒരു കാരണം എഴുതിയാൽ മതി. എന്തൊക്കെയായിരിക്കും? ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ആർക്ക് ഉണ്ടായിരുന്നില്ല? ഈ നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ അത്രയുള്ള യുദ്ധ സാമഗ്രികളും യന്ത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇന്ത്യക്കാരുടെ കയ്യിൽ. അതേപോലെ പരിശീലനം ചെയ്തിട്ട് ഉള്ള ആളുകളൊന്നും നമ്മുടെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്.
ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിൽ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിനും കൊണ്ട് ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. ഇനി വീട്ടിലിരുന്നായിരിക്കും പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള SSLC +2 നൽകുന്നുണ്ട്. വീട്ടിൽ നിന്ന് മൊബൈൽ പരീക്ഷ എഴുതാം. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.